ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ നേരെ പോയത് അടുക്കളയിലോട്ടാ. വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അടുക്കള ചെന്നപ്പം അധികം കറികളൊന്നുമില്ല, പക്ഷെ നല്ല സൂപ്പർ മുളകിട്ട മീൻകറിയും നല്ല അടിപൊളി ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ വിശപ്പ് കൂടുവാണേ. ഇനി പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേഗം കഴിക്കാനിരിക്കണം. അപ്പോൾ കഴിക്കാനിരിക്കുക കേട്ടോ. ദേ നല്ല അസല് തോരൻ, ചോറ്, പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ മീൻകറി ചട്ടിയോടിഞ്ഞെടുത്തോണ്ട് വെച്ചു കേട്ടോ. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരാനെ തിന്നാനുള്ള വിശപ്പുമായിട്ടാണ് വരുന്നത് കേട്ടോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ആകെ വിശന്ന് വലഞ്ഞ് ആകെ ടയേർഡായിരിക്കും വീട്ടിലെത്തുന്നത്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള ഫുഡാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ. അപ്പോൾ ദേ നമ്മുടെ പാത്രത്തിലേക്ക് നല്ല മുളകിട്ട മീൻകറി വിളമ്പി. ഇത് ആറ്റുവാള എന്ന് പറഞ്ഞൊരു മീനാണേ. ഇത് ഞങ്ങൾ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. അത് നമ്മുടെ കലയാൻറ്റി നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ അധികം കറിയൊന്നും വെച്ചില്ല കേട്ടോ. ഒരു ക്യാബേജ് തോരനും അത്രയേ ഉള്ളൂ. അച്ചാറൊക്കെ നമ്മുടെ തീർന്നു പോയേ. ഇനി നല്ല മാങ്ങ വാങ്ങിച്ച് ഞങ്ങൾ അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിങ്ങളെയും കൂട്ടാം കേട്ടോ. ഞാനാണെങ്കിലുണ്ടല്ലോ ചോറ് ഒരുപാട് കുറച്ചിരുന്നതാണേ. ഇപ്പം ചോറ് കഴിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ വീണ്ടും പഴയതുപോലെ തന്നെയായി. ചോറ് നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ കഴിച്ചു തുടങ്ങുവാണേ. ഇനി എന്തൊക്കെ കഴിച്ചാലും ഏതൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വന്നിട്ടൊരു ചമ്മന്തിയും ചോറും ആയാലും കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ചേച്ചിയെ വിളിച്ച് ചോദിക്കും, ചേച്ചി ഇന്ന് വൈകിട്ട് എന്താ കഴിക്കുക, എന്താ കറി എന്നൊക്കെ. അത് ഓർത്തോണ്ടായിരിക്കും വരുന്നത്. അത്രയും വിശന്നിട്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞുള്ള വരവേ. ഈ മീനിൻ്റെ മാംസത്തിനാണെങ്കിൽ അധികം കട്ടിയില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ്. അപ്പോൾ ഇനി ഇതൊക്കെ പെട്ടെന്ന് കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പോയി കിടക്കണം. കണ്ണടയ്ക്കുമ്പോഴത്തേന് നേരം വെളുക്കും. രാവിലെ പോകാനുള്ളതാണേ. ഞാൻ പറഞ്ഞില്ലേ, ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ദിവസം പോകുന്ന അറിയേയില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകുന്നേരം 7:30-8 മണിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ദിവസം തീർന്നു. അപ്പോൾ ശരി, ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.